ഹലോ, ഇന്ന് ഞാൻ ബന്നാർഘട്ട നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യുന്ന വിശേഷങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ കാറിലാണ് ബന്നാർഘട്ടയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ കാണാം. എന്നിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്തപ്പോൾ അതിന് ഫീ ഉണ്ട്. ഒരു 50 റുപ്പീസാണ് ഫീ വാങ്ങിച്ചത്. അതിനുശേഷം ഞങ്ങൾ നടന്ന് ഉള്ളിലേക്ക് ചെന്നപ്പോൾ നമുക്ക് സൈഡിൽ തന്നെ അന്നപൂർണ ഹോട്ടലും പിന്നെ കുറേ ചെറിയ ഷോപ്സ്, പെയ്ഡ് ടോയ്ലറ്റ്സ് അതൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഉള്ളിലോട്ട് നടന്നു പോയിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, എൻട്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടിക്കറ്റ് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും വാട്സപ്പായിട്ടും ബുക്ക് ചെയ്യാം. അത് എല്ലാവർക്കും അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്കും ഡീറ്റെയിൽസൊക്കെ പറയാം. എന്നിട്ട് നമ്മൾ നടന്നു പോണ വഴി അത് സൈഡിലായിട്ട് നമുക്ക് ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. ഫുഡ് എന്ന് പറയുമ്പോൾ മെയിൻലി പാനിപ്പൂരി, ദേപ്പൂരി, ചാട്ട് ഐറ്റംസൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ സഫാരിക്കുള്ള ക്യൂ കാണാം. ഈ സഫാരിക്കുള്ള ക്യൂ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ വരുന്നതിൻ്റെ ഓർഡറിൽ അവർ നമ്മളവിടെ ഇരുത്തും. എന്നിട്ട് ആ ഓർഡറിൽ തന്നെയായിരിക്കും നമ്മളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പോൾ ബസ്സിൽ കയറി നമുക്ക് സുഖമായിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ഏത് ടിക്കറ്റാണ് എടുക്കേണ്ടതെന്നൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും. കാരണം അവിടെ പല കോംബോസ് അവൈലബിൾ ആണ്. ബസ് സഫാരി കോംബോ എടുക്കുകയാണെങ്കിൽ നമുക്ക് സഫാരിയുടെ ടിക്കറ്റ്സും പ്ലസ് സൂ ആൻഡ് ബട്ടർഫ്ലൈയിലെ ടിക്കറ്റ്സും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിൽ AC ബസ്സും നോൺ AC ബസ്സും ഉണ്ട് സഫാരിക്ക് മാത്രം. അപ്പോൾ AC ബസ്സിനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് 530 അഡൾട്ട്സിന് 740 റുപ്പീസും ആയിരിക്കും. നോൺ AC ബസ് സഫാരി ആണെങ്കിൽ കുട്ടികൾക്ക് 480 അഡൾട്ട്സിന് 690 റുപ്പീസുമാണ്. നമുക്ക് സൂ മാത്രം വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചിൽഡ്രന് 60 റുപ്പീസും അഡൾട്ട്സിന് 120 റുപ്പീസുമാണ്. അല്ലെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ പാർക്ക് മാത്രമാണെങ്കിൽ ചിൽഡ്രന് 30 റുപ്പീസ്, അഡൾട്ട്സിന് 50 റുപ്പീസാണ്. അല്ലെങ്കിൽ നമുക്ക് സൂ ആൻഡ് ബട്ടർഫ്ലൈ കോംബോ എടുക്കാം. അതാകുമ്പോൾ ചിൽഡ്രൻസിന് 90 റുപ്പീസ്, അഡൾട്ട്സിന് 170. ഈ പച്ച ബസ് കാണുന്നില്ലേ, അതാണ് നോൺ AC ബസ്. ഞങ്ങൾ ചൂസ് ചെയ്തത് AC ബസ്സാണ്. കാരണം AC ബസ്സിൽ ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് വ്യൂസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നോൺ AC ബസ്സിൽ ഗ്രിൽസ് കാരണം കൊണ്ട് വ്യൂസിന് ചെറിയ തടസ്സം വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ്. ബട്ടർഫ്ലൈ പാർക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫീ കൊടുക്കേണ്ട. നമ്മൾ ഓൾറെഡി നമ്മുടെ സഫാരി കോംബോ ടിക്കറ്റിൽ അത് ഇൻക്ലൂഡഡ് ആയിരുന്നു. എന്നിട്ട് ഉള്ളിലേക്കൊക്കെ പോയി അത് കാണാം. പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടികൾക്ക് അവിടെ ഇരുന്ന് സുഖമായിട്ട് കളിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സൂവിലോട്ട് പോയി ആനിമൽസിനെയൊക്കെ കണ്ടു. പിന്നെ അവിടെ റോയിങ് ബോട്ട്, പെഡൽ ബോട്ട് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് വാരി ചെയ്യും, ലൈക്ക് അറൗണ്ട് 200 ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി, വന്ന വഴി കൂടെ പുറത്തിറങ്ങി കാറൊക്കെ എടുത്ത് തിരിച്ച് എക്സിറ്റിലൂടെ തിരിച്ചു പോവുകയാണ്. മഴയത്ത് ഇതിലൂടെ പോകുമ്പോൾ ശരിക്കും കാട്ടിലൂടെ പോകുന്ന ഫീലാണ്. അപ്പോൾ ഇതേവരെ വൈൽഡ് ലൈഫ് സഫാരി എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം.